ഒരു പ്രശ്നത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളറിയാം, ഇക്കൊല്ലം 10ാം ക്ലാസ്സിൽ 4.5 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഈ 4 ലക്ഷം കുട്ടികളിൽ താമരശ്ശേരി സ്കൂളിലെ 4 5 കുട്ടികൾ മാത്രമാണ് ഈ പണി ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളും അവർ മാന്യമായി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് ഇതൊന്നും അറിയാനുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ആശയവിനിമയ ഉപാധികളും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടെ എന്ത് നടന്നാലും അത് ചാനൽ ആക്ടിവിസത്തിന്റെ ഭാഗമായി നമ്മൾ അറിയും, അത് സോഷ്യൽ മീഡിയയിൽ അറിയുന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ നാട് മുഴുവൻ നശിച്ചു പോയിട്ടൊന്നുമില്ല, മക്കളെല്ലാം കൂടി നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അങ്ങനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ മക്കളുടെ നമ്മളൊക്കെ ഉള്ളതിനേക്കാളൊക്കെ എത്രയോ മെച്ചാണ് നമ്മുടെ മക്കൾ എന്നാണ് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ളത്. ഇതിന്റെ മുമ്പ് തന്നെ ആ ഹിപ്പി കൾച്ചറിലൂടെ വന്ന ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നത്. മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി ബെൽബോട്ടം പാൻറ്റൊക്കെ ഇട്ട് നാട്ടിൽ മുഴുവനും പാട്ടൊക്കെ പാടി നാട്ടിലൊരു സിനിമ ഒഴിവാക്കാതെ നാടുന്ന ആൾക്കാരാണ് ഇപ്പൊ കുട്ടികൾ നശിച്ചു എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ എത്ര പേര് ഹാഫിലിങ്ങളുണ്ട്, പണ്ട് എത്ര പേർക്ക് ഹിഫ്ദ് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര കുട്ടികൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യും. ഇപ്പൊ എത്ര കുട്ടികൾ നല്ല നല്ല കാര്യങ്ങൾ, ദീനി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും കോവിഡ് ഉണ്ടായപ്പോഴും എയർപോർട്ടിൽ വിമാനാപകടം ഉണ്ടായപ്പോഴൊക്കെ അവിടെ സഹായിക്കാൻ ഓടി നടന്നതൊക്കെ നമ്മൾ കുറ്റം പറയുന്ന ചെറുപ്പക്കാർ തന്നെയാണ്. അപ്പൊ അവരെ നന്മയിലേക്ക് ഉപയോഗിക്കുവാനാണ് ISM പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. എല്ലാവരും നശിച്ചിരിക്കുന്നു എന്ന ഈ നെഗറ്റിവിറ്റി പ്രചരിപ്പിച്ചാൽ വലിയ ഗുണം ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവർ നശിച്ചേക്കാം, നാശ നാട്ടിൽ ഉണ്ടായേക്കാം, അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ജാഹിലിയ കാലം നമുക്കറിയാലോ. അത്രയും കുരുത്തം കെട്ടൊരു സമൂഹം ലോകത്ത് പിന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ദീനിന്റെ വഴിയിൽ, പ്രസ്ഥാനത്തിന്റെ വഴിയിൽ, ആദർശ പ്രവർത്തനത്തിന്റെ വഴിയിൽ അവരെ കൊണ്ടു നടക്കുക. നമ്മൾ പോകുന്ന പള്ളിയിൽ അവർ നമ്മളെ കൂടെ വരിക, നമ്മളുടെ ഖുർആൻ ക്ലാസ്സിൽ അവർ പങ്കെടുക്കുക. ചെറുപ്പം മുതലേ ദീനിന്റെ ഒരു സാഹചര്യം, ഒരു ഇസ്ലാമിക് എൻവയോൺമെന്റ് നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടാക്കുക. ഇങ്ങനെ കൃത്യമായി നമ്മൾ ഇപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ, മാഷ എങ്ങളൊന്ന് പറഞ്ഞ് നന്നാക്കി കൊടുക്കോ, ഉസ്താദ് എങ്ങളൊന്ന് ശരിയാക്കോ, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല എന്നാണ് പറയുന്നത്. നമ്മൾ സ്വന്തം അമ്മയും ബാപ്പയും പറഞ്ഞ് കേൾക്കാത്ത ഒരു കുട്ടി ഉണ്ടാവാൻ പാടുണ്ടോ? കവുങ്ങാകുമ്പോൾ മടിയിൽ വെക്കാൻ നോക്കിയതുകൊണ്ടല്ലേ പ്രശ്നം. അടക്കാവുന്ന സമയത്ത് മടിയിൽ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം.